ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ഒളിയും രസപാലകൻ ദൈവനാദം കേട്ടു ആമോദരായി സ്വർണ്ണരാശികൾ വിടരും വാരി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകൾ രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി അന്നു തിങ്കൾ കലപാടി നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നെ വന്നു രാജാതിരാജന്റെ പൊൻതിരുമേനി അവർക്കായി കണ്ടു വർണ്ണരാശികൾ വിടരും വെള്ളിമേഘങ്ങൾ ഒഴുകും രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു രാജാതിരാജന്റെ തിരുസന്നിധിയിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ഒളിയും രാവിൽ രസപാലകൻ ദൈവനാദം കേട്ടു ആമോദരായി വർണ്ണരാശികൾ വിടരും വാരി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഹലോ കൊച്ചി, വെരി ഗുഡ് ഈവനിങ്. എല്ലാവരും ക്രിസ്മസിന്റെ അടിപൊളി വൈബിലാണല്ലേ? ഈ വൈബ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കളറാക്കിയാലോ? We humbly invite your kind attention for a few minutes. എന്റെ പൊന്നുമോളെ, നമ്മുടെ കൊച്ചിക്കാര്, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും, നമ്മുടെ സ്വന്തം ടീം മലയാളത്തിന് പിടിക്ക്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സായാഹ്നം നമുക്കൊരു ആഘോഷമാക്കിയാലോ?
night, night. Glory to the highest King, Son of God and man. Hear the angels sing to the newborn King. Stars shine so bright in the darkest night. Jesus Christ, the Son of God, came down for you and me. Christmas time is here, Christmas time is here. It is Christmas time. I hear his voice call my name. I'm his own, I'm not the same. So glad to be a child of God. He lives within my heart. Hear the angels sing to the newborn King. Stars that shine so bright in the darkest night. Jesus Christ, the Son of God, came down for you and me. Christmas time is here, Christmas time is here. It is Christmas time. So bright in the darkest night. Jesus Christ, the Son of God, came down for you and me. Christmas time is here, Christmas time is here. It is Christmas time. Jesus Christ, the Son of God, came down for you and me. Jesus Christ, the Son of God, came down for you and me. ഇവിടെ എന്ത് പരിപാടിയാണ് നടക്കുന്നത് ശരിയല്ലേ? ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. നമ്മൾ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ, നമ്മളുടെ റിലേറ്റീവ്സിന്റെ, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ശരിയല്ലേ? പക്ഷേ ഈ വേൾഡ് ഫുള്ള് ഒരാളുടെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. ആരുടെയാണ് അത്? 2000 വർഷങ്ങൾക്ക് മുൻപ് വിറയ്ക്കുന്ന തടുപ്പത്ത് ഒരു സുന്ദര ചെറുക്കൻ കൊച്ചു ജനിച്ചു. സാധാരണ ഒരു ചെക്കനായിരുന്നില്ല. പിന്നെ ആരാ? ദൈവത്തിന്റെ ഏകജാതൻ, ചരിത്രത്തെ രണ്ടാം രചിച്ചവൻ. അതെ, പരിശുദ്ധാത്മാവിനാൽ സ്വർഗരാജ്ഞിയിൽ നിന്ന് ജന്മമെടുത്ത യേശു എന്ന നാമത്തിൽ വന്ന ഏകരക്ഷകൻ. ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നമ്മളവരും ഹാപ്പി ആയിട്ടിരിക്കാനാ. അവൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു, ജീവിച്ചു, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാൻ പോയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്കും പോയി. എന്നിട്ട് ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? എല്ലാവരും ഹാപ്പി ആണോ? അല്ലെങ്കിൽ ഇപ്പോഴും കണ്ണീരിലും ദുഃഖത്തിലും ഒക്കെ തന്നെയാണോ? എന്തിനാ വിഷമിക്കുന്നേ? ആളിപ്പോഴും ലൈവല്ലേ? അതല്ല, നേരത്തെ പറഞ്ഞില്ലേ ഈ രക്ഷകൻ
പോയിട്ട് വീണ്ടും വരാമെന്ന്. അതെന്താ സംഭവം? പോയിട്ട് വരും എന്ന് പറഞ്ഞാ പോയിട്ട് വീണ്ടും വരും അത്ര. എപ്പ വരൂന്ന്, എങ്ങനെ വരൂന്ന്, എവിടെ വരൂന്ന്? ക്രിസ്തുവിന്റെ രണ്ടാം വരവിലും നമുക്ക് അടയാളം ലഭിക്കണ്ടേ? അത് ലഭിക്കണം. അവന്റെ വരവ് അറിയിക്കാനും അവന് വഴിയൊരുക്കാനും ഒരുവൻ വരണ്ടേ. പിന്നെ വരണ്ടേ? എന്റെ ടീമേ ആരും ഒന്നും പറയണേണ്ട. ഞങ്ങളിവിടെ എല്ലാവരും കട്ട മീറ്റിംഗിലാട്ടാ. ധൃതി പിടിക്കല്ലേ, അതൊക്കെ പറഞ്ഞു തരാം. പക്ഷേ അടയാളം കിട്ടിയോ എന്ന് നോക്കണ്ടേ? നമുക്ക് നോക്കാം. നമ്മുടെ ബൈബിളില് ഒരടയാളം ഒന്നുമല്ല ദൈവപുത്രന്റെ വരവിനെ കുറിച്ചുള്ളതായിട്ടുള്ളത്. പിന്നെ 300ഓളം അടയാളങ്ങളാണുള്ളത്. 300ഓളം അടയാളം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്നേ. കഴിഞ്ഞ കുറച്ച് നാളുകൾ വരെ നമ്മൾ ബൈബിള് വായിച്ചാൽ മാത്രം കാണുന്ന കുറെ അടയാളങ്ങളെ ഇപ്പോ നമ്മൾ എവിടെ നോക്കിയാലും, അതിപ്പോ ന്യൂസ് പേപ്പറിലായിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയാസിലായിക്കൊള്ളട്ടെ, നമുക്കതിപ്പോ കാണാൻ പറ്റും. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വരെ ഈ അടയാളങ്ങൾ നമുക്കിപ്പോ കാണാം. മാത്രോ പ്രകൃതിയിലും മനുഷ്യരിലും, എന്തിന് സഭകളിൽ വരെ ദൈവം അടയാളങ്ങൾ നൽകി കഴിഞ്ഞില്ലേ? അപ്പൊ മോൾ എന്താ പറഞ്ഞു വരണേ? ആ സമയമായിന്നാണോ? ഇതേ ചോദ്യം നിങ്ങളുടെ ഉള്ളിലൂടെയും ഇപ്പോൾ കടന്നു പോകുന്നില്ലേ? ഇനി ഒരു കാര്യം കൂടി പറയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ ജനം ക്രിസ്തു എന്ന നാമത്തിൽ രാജാവായി രാജകൊട്ടാരത്തിൽ വരുന്ന രക്ഷകനെ അല്ലേ കാത്തിരുന്നത്? അതെ. എന്നാലോ ദൈവപുത്രൻ യേശു എന്ന നാമത്തിൽ ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു. അതെ. പിന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്തു. അതെ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവന്റെ ആദ്യത്തെ വരവിൽ ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ രണ്ടാമത്തെ വരവിലും ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. എന്റെ ദൈവമേ, വമ്പൻ ട്വിസ്റ്റോ? ആ ട്വിസ്റ്റ് ഇപ്പൊ പൊട്ടിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ പൊട്ടിക്കുന്നില്ല. എന്നാ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അന്ന് യേശു ക്രിസ്തുവിനെ കാത്തിരുന്ന യഹൂദർക്ക് അവനെ സ്വീകരിക്കാനോ അവനെ വിശ്വസിക്കാനോ കഴിഞ്ഞില്ലല്ലോ. ഇല്ല. എന്നാ അതേ വീഴ്ച ഇനി നമുക്ക് പറ്റാൻ പാടുണ്ടോ? അത് പാടില്ല. കാരണം എന്താ? ഇനി നമുക്ക് അതിനുള്ള സമയമില്ല. 2000 വർഷം മുൻപ് വന്ന നമ്മുടെ സ്വന്തം രക്ഷകന്റെ രണ്ടാമത്തെ മാസ് എൻട്രി ഇനി കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മളായിരിക്കുന്ന നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും കഷ്ടതകളിൽ നിന്ന് എന്നെയും നിന്നെയും നമ്മൾ ഓരോരുത്തരെയും രക്ഷിച്ചേ നമുക്ക് നിത്യജീവൻ നൽകാനാണെന്നേ. ആണോ? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവ് ആഘോഷിക്കുന്ന എല്ലാവരിലേക്കും അവന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചിന്തകൾ കൂടി ഇപ്പോ പകർന്നു തരണേട്ടാ. ആരും വിഷമിക്കണ്ട. ഇതിനെ കുറിച്ച് എല്ലാം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആകാംക്ഷയില്ലേ? ഞങ്ങളുടെ കൂടെയുള്ള ടീം അംഗങ്ങള് നിങ്ങളുടെ ഇടയിലൂടെ വരും. അപ്പൊ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാട്ടോ. അതല്ല, ഞാനിങ്ങനെ ഇപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഓർക്കണായിരുന്നേ, എല്ലാ ക്രിസ്മസിലും നമ്മൾ ഈ ക്രിസ്മസ് വരുമ്പോ എൻ്റെ ചേട്ടന്മാരെ ചേച്ചിമാരെ നമ്മൾ ഉണ്ണീശോന്റെ ജനനം ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി നക്ഷത്രമൊക്കെ തൂക്കി എത്ര നാളായല്ലേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്? അതെ അല്ലേ? അതെ. എന്നാ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം അതിന്റെ യാഥാർത്ഥ്യത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് ഭാവനയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലാട്ടോ. ഒന്ന് ഓർത്തേ, ബെത്ലഹേം എന്ന ഒരു കൊച്ചു ഗ്രാമം ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം പോലെ, നമ്മുടെ കൊച്ചു കേരളം പോലെ കുന്നുകളും
താഴ്വരകളും മലകളും അങ്ങനെയൊക്കെയായി എല്ലാം കൊണ്ടും മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. അവിടെ അന്ന് നല്ല തണുപ്പുള്ള ആ രാത്രി ഒന്ന് ഓർത്തെ, സൂപ്പർ. ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് പാവ ആട്ടിടയന്മാര്. അവരുടെ അടുത്ത് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നെന്ന്. അവർക്ക് ഒരടയാളം കൊടുത്തു. എന്തായിരുന്നത്? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയ ഒരു ശിശുവിനെ നിങ്ങൾ കാണുന്നു. അത് മാത്രോ, സ്വർഗീയ സൈന്യത്തിന്റെ വ്യൂഹം പ്രത്യക്ഷപ്പെട്ടിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം എന്ന് പറഞ്ഞ് അവർ കിഴക്ക് നക്ഷത്ര അടയാളം കണ്ട് അത് നോക്കി 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 പൊന്നും മീറയും കുന്തിരക്കും ഒക്കെ ആയിട്ട് ബത്ലഹേമിലെത്തി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് ആകാശത്തിലേക്ക് നോക്കിക്കേ. അവിടെ ഒരു നക്ഷത്രം കാണുന്നില്ലേ? അന്ന് നക്ഷത്രം തെളിഞ്ഞ അതേ ആകാശം തന്നെയല്ലേ ആകാശം? എന്ത് രസാലേ. എന്നിട്ട് അവിടെ ചെന്നിട്ട് മറിയത്തിന്റെയും യൗസേപിതാവിന്റെയും കൂടെ ദൈവത്തിന്റെ ഏകജാതനെ, നമ്മുടെ ഉണ്ണീശോനെ കുമ്പിട്ട് ആരാധിച്ച ഒരു സീന്, പിള്ളക്കച്ച കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കണ കാഴ്ച കണ്ട അവരുടെ ഒരു ഭാഗ്യം. എന്തൊരു ഭാഗ്യല്ലേ, ശരിക്കും ഭാഗ്യം ചെയ്തവരാ. കുഞ്ഞുവാവകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ക്യൂട്ടാ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉണ്ണീശോന്റെ കാര്യം പറയാനുണ്ടോ? ആപ്പിള് പോലെ ഇങ്ങനെ തുടുത്ത് റോസ് കളറില് ചുവന്നിരിക്കുന്ന ഒരു കുഞ്ഞുവാവ, കൈയും കാലൊക്കെ ഇട്ടനക്കി കിടക്കുന്ന ആ ഒരു കാഴ്ച. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോളെ, ഈ പറയണ കേട്ടിട്ട് എനിക്ക് കുളിര് കേട്ടു. പറഞ്ഞു ഞാനിപ്പോ പറന്നു പോയാണ്, അത്രയും സന്തോഷം. ഈ രക്ഷകനെയാണ് നമ്മള് വീണ്ടും വരും എന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറഞ്ഞ് 2000 വർഷമായിട്ട് കാത്തിരിക്കുന്നത്. അതെ ഗായ്സ്, വേഗം അന്വേഷിച്ചോ, റെഡി ആയിക്കോ. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് അടുത്തെത്തിയിരിക്കുന്നു. Judah.
உலகநாதன் பாரில் பிறந்தார் புகழோன புதுமை உலகில் அவர் பேர் கேட்டிட இனிமை உன்னதத்தில் மகிமை 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 பிறந்தார் 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 மகிமை 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 பிறந்தார் 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 மரத்தில் தூதர் பாடிட பாரில் தீர்க்க தேடிட மரத்தில் தூதர் பாடிட பாரில் தீர்க்க தேடிட அழகை அதிர்ந்து நட்டுக்கிட அவன் நீயோர் மனம் மகிழ்ந்திட அழகை அதிர்ந்து நட்டுக்கிட அவன் நீயோர் மனம் மகிழ்ந்திட மகிமை 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 பிறந்தார் 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 ചോരയൊഴുകാനുള്ള
వందనాలు వందనాలయ్యా శతకోటి స్తోత్రాలయ్యా వందనాలయ్యా యేసయ్యా వందనాలయ్యా నీ ప్రేమకు వందనాలయ్యా నన్ను రక్షించినందుకు పోషించినందుకు కాపాడినందుకు వందనాలయ్యా నన్ను రక్షించినందుకు పోషించినందుకు కాపాడినందుకు వందనాలయ్యా వందనాలు వందనాలయ్యా శతకోటి స్తోత్రాలయ్యా యేసయ్యా వందనాలయ్యా నీ ప్రేమకు వందనాలయ్యా യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരാവിൽ രാപ്പാത്തിരുന്നോ പാലകൻ ദൈവനാദം കേട്ടു ആമോദരാ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ
ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നെ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നെ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ഞാൻ കാത്തിരുന്നു. രസബാലകൻ ദൈവനാദം കേട്ടു ആമോദയാൽ. വർണ്ണരാജകൾ നിഴലും കാലിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. തിങ്കൾ കലപാടി ഗ്ലോറിയ. ഹലോ ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈവനിങ്? കളറായല്ലേ? അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ആയി. നമ്മുടെ രക്ഷകന്റെ ആദ്യത്തെ വരവ് നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ പൊളിച്ചടിക്കില്ലേ? ഇല്ലേ? എല്ലാവർക്കും നല്ല ഹാപ്പി ആയില്ലേ? നല്ല രസം ഉണ്ടായിരുന്നില്ലേ? എന്നാലും ഒരു വിഷമം. എന്താണാവോ? അല്ല, ഈ ദിവസമേ പെട്ടെന്ന് കടന്നു പോയ പോലെ. അത് ശരിയാ, ഞാൻ ഓർക്കണായിരുന്നേ. നമ്മൾ ഇത്രയും നാളും ക്രിസ്മസ് നമ്മുടെ വീട്ടില് അപ്പയും അമ്മയും അപ്പാപ്പനും അമ്മാമ്മയും ചേട്ടനും ചേച്ചിയും അങ്ങനെ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ആഘോഷിച്ച് വന്നോണ്ടിരിക്കണായിരുന്നു അല്ലേ? ശരിയല്ലേ? അതെ, പക്ഷേ ബർത്ത്ഡേ ബോയ് മാത്രം ഇല്ലായിരുന്നു ശരിയാ അല്ലേ? എന്നാ ഇത്തവണത്തെ ക്രിസ്മസില് നമ്മുടെ രക്ഷകൻ, നമ്മുടെ ബർത്ത്ഡേ ബോയ് യേശു ക്രിസ്തുവും ഈ ക്രിസ്മസില് നമ്മുടെ കൂടെ വന്ന് അവന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചാലാ? അപ്പൊ നമ്മുടെ ഈ സന്തോഷം എന്നെ നിലനിൽക്കൂലേ? അങ്ങനെ ഒരു ട്വിസ്റ്റ് എങ്ങാനും നടന്നാലോ എന്റെ മോളെ? അങ്ങനെ നടക്കുമോ? പിന്നെന്താ നടക്കാൻ പാടില്ല? നടക്കുമായിരിക്കും. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത്രയും നേരം യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ഞങ്ങളോട് കൂടെ ആഘോഷിക്കാനുണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോ ഈ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ച് വേണോട്ടോ പോകാൻ. അപ്പോ ഈ ക്രിസ്മസിന് ഞങ്ങൾക്ക് തരാനുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ഇതാണ്. നമ്മളെല്ലാവരും പുൽക്കൂട്ടിൽ മാത്രം കണ്ട നമ്മുടെ സ്വന്തം ഉണ്ണേശു ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ രക്ഷകനായി വരുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, എന്തെന്നാൽ രക്ഷ ഇപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു.